മച്ചമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അതായത് നമ്മളൊരു ചിന്ന യാത്രയിലാണ്. നമ്മളുടെ മുംബൈയിലേക്കാണ് യാത്ര. മുംബൈ വാസായി റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയാണ്. ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. ഓരോരുത്തർ ഇതിൻ്റെ ഉള്ളിൽ തണുത്ത് വിറച്ച് പുതച്ച് മൂടി കിടക്കണം കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യ. വെള്ള പുതപ്പൊക്കെ ഇട്ട് വേറൊരു രൂപത്തിൽ രാത്രിയൊക്കെ കണ്ണുറന്നാൽ എന്തായാലും പേടിക്കും. അപ്പോൾ അത് 1.5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വാസായി റോഡ് എന്ന് പറയണ മുംബൈയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനി നമ്മളുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡും അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും നമ്മളുടെ കൊച്ചു ചാനലിൽ നമ്മൾ പരമാവധി എടുക്കാൻ നോക്കണ്ടിട്ടാണ്. അപ്പോൾ അതേ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അതേ ഈ സ്ട്രീറ്റിൽ വിൽക്കാൻ വെച്ചാണ് പഴങ്ങളും ഒക്കെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഈ ഒരു തെരുവിൽ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ലിച്ചിപ്പഴമാണ്. അതായത് നമ്മളുടെ നാട്ടിലൊന്നും ഈ ഒരു ഷേപ്പിൽ വരണുണ്ടാവും, പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു രൂപത്തിലുള്ള ലിച്ചിപ്പഴം ഉണങ്ങിയ ടൈപ്പൊക്കെ ഇങ്ങനെ വരണ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല ഫ്രഷ് ലിച്ചിപ്പഴം നമ്മൾ ആ പയ്യൻ്റെ നിന്ന് വാങ്ങി 50 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങി. അതുകൂടാതെ ഇവിടെ ഒരു ചെറിപ്പഴം പിന്നെ വേറൊരു പഴവും കൂടിയുണ്ട്. ആ ചെറിയ പഴം നമുക്ക് അവൻ സാമ്പിൾ തന്നിട്ടാണ്. അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. എന്തായാലും ലിച്ചി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുറച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ മാങ്ങിരിപ്പുണ്ട്. പിന്നെ എന്നെ അന്താളിപ്പിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് ചെമ്പകത്തിൻ്റെ മരങ്ങളും പൂവും ഒക്കെ ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ കാണാനില്ല. നല്ല ചെമ്പകപ്പൂ വിൽക്കണ ഒരു പെങ്കൊച്ചിരുന്നത്, അതും നല്ല മണോട്ടാ പൂവിന്. ഇതേ മാങ്ങയൊക്കെ നല്ലതേ. നമ്മളിങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ നല്ല വെളുത്തുള്ളി, നമ്മുടെ അവിടെയൊക്കെ പിച്ച് ചീന്തിയ വെളുത്തുള്ളിയല്ലേ, അങ്ങനെ വരെ നല്ല അടിപൊളി. അതുകൂടാതെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഞാവൽപ്പഴം അതിങ്ങനെ വെച്ചേക്കണമെന്ന് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ അത് വാങ്ങിയില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ പനങ്കരിക്കിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ, ആ ചേച്ചിയുടെ ചിരി നോക്കി നല്ല രസമുണ്ട്. നമ്മൾ വീഡിയോ എടുക്കണത്. അതുകൂടാതെ ഒരു പയ്യൻ നമ്മളുടെ എന്തോന്നാണ് അതിനെ പറയണത്, അതിൻ്റെ പേരും മറന്നുപോയി. എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. ആ സാധനവും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പൂക്കൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. എന്തായാലും ഈ ഒരു സ്ട്രീറ്റ് തെരുവെന്ന് പറഞ്ഞാൽ പൂക്കളും പഴങ്ങളും വിൽക്കണ ഒരു സ്ട്രീറ്റ് തന്നെയാണ്. അതുപോലെ അപ്പുറത്തൊക്കെ ഫുഡും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ്. നമുക്ക് ആ ലിച്ചി കഴിച്ചു നോക്കാം ആദ്യം. ഞാൻ കാച്ചം കൂച്ചം തൊണ്ട് പറിച്ച് കളയണോണ്ട് മെനക്ക് തൊണ്ടൊക്കെ കളയണ കൂട്ടുകാരനെ കൊണ്ട് ആ ലിച്ചിയുടെ തൊണ്ട കുലിപ്പിക്കേണ്ട. എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നറിയാലോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റംബൂട്ടാനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഏകദേശം അടുക്ക പിടിച്ചുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോകേണ്ട. റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി മെയിൻ കാഴ്ചകൾ നാളെ തുടങ്ങി നമുക്ക് നമ്മളുടെ ചാനലിൽ കാണാം. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളും കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മളുടെ ഈ വലതുവശത്തായിട്ട് ആ വെള്ളം ഒരു പൊട്ട് പോലെ കാണുന്നുണ്ട്. അതിവിടുത്തെ ഉപ്പുപാടങ്ങളുണ്ട്. അതായത് നമ്മളുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ഉപ്പ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഗുജറാത്തിൽ നിന്നും ബോംബെ നിന്നൊക്കെയാണല്ലോ കൂടുതലും ഉപ്പ് കൃഷിയുള്ളത്. ഇതേ ഓട്ടോക്കാരൻ നല്ല പറപ്പിച്ച് കീച്ചേണ്ട വിടണത്. ചൂടാണെങ്കിൽ ഏകദേശം ഒരു 35 ഡിഗ്രിയോളം ഉണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളുടെ റൂം പിടിക്കണം. അങ്ങനെ ഇത്ര നേരത്തെ ഓട്ടോയുടെ യാത്രക്ക് ശേഷം ക്ഷീണം മാറ്റാനായിട്ട് മുസംബി ജ്യൂസ് 2 പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല ഫ്രഷ് മുസംബി ജ്യൂസ്, ഐസില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ മധുരവും വേണ്ട, പിന്നെ ഇവർ ഉപ്പ് പരിപാടികളൊക്കെ ഇടുമല്ലോ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്കുന്നു. ഏതാ ചേട്ടാ ദാഹിച്ചിട്ട് വയ്യ. സെറ്റായിട്ടുണ്ട്. ഇവിടെ പഴമൊക്കെ വെക്കാൻ പറ്റുന്നിട്ടാ. ആ 2 കുടിച്ചിട്ട് ദാഹം മാറാത്തതിൻ്റെ പേരിൽ ഒരെണ്ണം പക്ഷേ ഓരോന്നും കൂടി തരാൻ പറഞ്ഞായിരിക്കും.
അതേ അമ്മമ്മ തൊലിയെ കുലിഞ്ഞു കൊടുക്കണ്ടിട്ട് മറ്റേ മുസമ്പിയുടെ സ്പീഡായിക്കോട്ടെ വമ്പം കച്ചവടവും. അവർക്കും സന്തോഷമായി. ഒരെണ്ണം കുടിച്ചിട്ട് നിർത്താതെ 2 വാങ്ങിയിട്ട് പിന്നെ 2 പറഞ്ഞേക്കും. അങ്ങനെ അവസാനം ആ മുസമ്പി ജ്യൂസ് കുടിച്ചൊന്ന് കൂളായി നമ്മളുടെ റൂമിൽ വന്ന് ചേർന്നു. എൻ്റെ പൊന്നോ സമാധാനമായി. എന്തായാലും അടുത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈ തെരുവുള്ള സ്ട്രീറ്റുകളിലെ ഫുഡും അവിടുത്തെ മനോഹരമായ കാഴ്ചകളുമാണ്. എന്തായാലും അതുവരേക്കും ടാറ്റ ബൈ ബൈ.